പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്ക് മാറുകയാണ്. കാരണം നേരത്തെ പറഞ്ഞപ്പോൾ തുടക്കത്തിൽ ഗവർണർ വന്ന സമയത്ത് മുഖ്യമന്ത്രിയുമായി ഒരു അനുരഞ്ജന പാത ഉണ്ടായിരുന്നു. നേരത്തെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേ നിലപാടാവില്ല പുതിയ ഗവർണർക്ക് എന്നുള്ള സൂചനകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കിയിരുന്നു. പക്ഷേ കുറച്ചുകൂടി ഇപ്പോൾ കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് ഗവർണർ. അതിപ്പോൾ ചില ബില്ലുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി പുതിയ കർശനമായ നിർദ്ദേശങ്ങൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. തൻ്റെ ഓഫീസിൽ, തൻ്റെ രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ ഏത് ചിത്രം വെക്കണം എന്നുള്ളത് തീരുമാനിക്കുമെന്നാണ് ശ്രീ സന്ദീപ് വാര്യർ. ഗവർണർ പറയുന്നത് രാജ്ഭവനിൽ എന്ത് ചിത്രം വെക്കണമെന്നും അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്നുള്ളത് രാജ്ഭവൻ അല്ലെങ്കിൽ താൻ തീരുമാനിക്കുമെന്നുള്ളതാണ്. സർക്കാർ അതുമായി ഒരു തരത്തിലും അനുരഞ്ജനത്തിലില്ല. പുതിയൊരു പോർമുഖം തുറക്കുകയാണ്. അല്ല, ഈ സർക്കാർ തന്നെയാണല്ലോ ഗവർണർ വന്ന സമയത്ത് അദ്ദേഹവുമായി വളരെ സൗഹൃദത്തിൽ പോവുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തത്. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. പുതിയ ഗവർണറുമായി വളരെ അടുത്ത ആത്മബന്ധം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചതും മുഖ്യമന്ത്രി അദ്ദേഹവുമായി ഇതെല്ലാം നമ്മൾ കണ്ടിരുന്നതാണ്. CPM-ന് വളരെ സ്വീകാര്യനായ ഒരു ഗവർണറായിട്ടാണ് ഇദ്ദേഹം വന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറുമായി ഉണ്ടായ ആശയ ഭിന്നതകൾ പരിഹരിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി പുതിയ ഗവർണറെ അയച്ചതാണല്ലോ. അപ്പോൾ അതിനുശേഷം ഈ RSSകാരനായ ഗവർണറെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ഇവർ സ്വീകരിച്ചിരുന്നത്. എന്തായാലും RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു ഏജന്റായി കേരളത്തിലെ ഗവർണർ മാറിയിരിക്കുന്നു. കേരളത്തിലെ രാജ്ഭവനെ അങ്ങനെ മാറ്റിയെടുക്കുന്നു. അതിനെതിരെ അന്ന് മുതൽക്ക് തന്നെ UDF വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. RSSന്റെ നിലപാടും RSSന്റെ ഐഡിയോളജിയും പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി രാജ്ഭവനെ മാറ്റുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് UDF എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് ഇന്ന് വ്യക്തമായിരിക്കുകയാണല്ലോ. ഇവിടെ ഇന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം സന്ദീപ്, ഈ ഗവർണറുടെ ഓഫീസ് അയച്ച ചിത്രം RSS ഉപയോഗിക്കുന്ന ഭാരത് മാതാവിൻ്റെ ചിത്രം എന്നുള്ളതാണ്. കാരണം ഈ ചിത്രം ഉപയോഗിക്കുന്ന ശാഠ്യം അവിടെ നിന്നുണ്ടാകുന്നു. പക്ഷേ ഭാരത് മാതാവിൻ്റെ ചിത്രം പല പരിപാടികളിലും സർക്കാരിൻ്റെ പരിപാടികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ആ ചിത്രമല്ല. ഈ ശരിക്കും അങ്ങനെ രണ്ട് തരത്തിലുള്ള ചിത്രങ്ങളുണ്ടോ? RSS ഉപയോഗിക്കുന്ന ചിത്രമെന്നും ശരിയായുള്ള ചിത്രമെന്നും രണ്ട് ചിത്രങ്ങളുണ്ടോ? അതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. RSS മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിലെ ഭാരതമാതാവ് അല്ലെങ്കിൽ ആ സങ്കല്പം അത് നമ്മുടെ നിലവിലുള്ള രാജ്യത്തിന്റെ ഭൂപടവുമായി ബന്ധപ്പെട്ടുള്ളതല്ല. അതിന് ഒരു അഖണ്ഡ ഭാരത സങ്കല്പം എന്നൊക്കെ പറഞ്ഞ് RSS പഠിപ്പിക്കുന്ന മറ്റൊരു സങ്കല്പമുണ്ട്. അതിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെയുള്ള ഭൂവിഭാഗങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു രീതിയിലാണ് അത് ചിത്രീകരിക്കാറുള്ളത്. ഞാൻ ഈ ചിത്രം കണ്ടിട്ടില്ല. ഏത് ചിത്രമാണ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും RSSകാരനായിട്ടുള്ള ഗവർണർ തീർച്ചയായിട്ടും RSS മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്ന ബഹുസ്വ ദേശീയതയിലും വിശ്വസിക്കാത്ത പ്രസ്ഥാനമാണ് RSS മുന്നോട്ട് വയ്ക്കുന്ന ഏകശിലാത്മകമായ ഹിന്ദുത്വ ഐഡിയോളജി പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി രാജ്ഭവനെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും മാറ്റുന്നത് നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത്തരത്തിലുള്ള പ്രകടനപരതയിലൂടെ, ഹിന്ദുത്വ പ്രകടനപരതയിലൂടെ അല്ല നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോകേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇത്തരത്തിൽ RSS വൽക്കരിക്കുന്നതിനെതിരായ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ നിന്നാണ് ഉയർന്നു വരേണ്ടത്. ദൗർഭാഗ്യവശാൽ കേരള സർക്കാർ ഇത്തരത്തിലുള്ള RSS പ്രചരണങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ളത്. സന്ദീപ് വാര്യരാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും മുഖ്യമന്ത്രിയും ഇടപെട്ടു. മുഖ്യമന്ത്രി ഈ തരത്തിൽ മുഖ്യമന്ത്രിയെ വിവരം ധരിപ്പിച്ചു കൃഷിമന്ത്രി. തുടർന്ന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ വിളിച്ചു. ചീഫ് സെക്രട്ടറി കൂടി പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ്. സ്വാഭാവികമായും ആ പരിപാടിയിൽ ആരും പങ്കെടുക്കേണ്ട എന്ന് മുഖ്യമന്ത്രി നിശ്ചയിക്കുകയാണ്. തുടർന്നാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ഈ പരിപാടി തന്നെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റുകയും മറ്റും ചെയ്തത്. അസന്നിഗ്ധമായി ഇപ്പോൾ സർക്കാർ വ്യക്തമായി കഴിഞ്ഞു, മന്ത്രി വ്യക്തമായി കഴിഞ്ഞു. ആ ചിത്രത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ആ ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. അത് അവിടെ പുഷ്പാർച്ചന നടത്തണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ആ എതിർപ്പ് രാജ്ഭവനെ അറിയിച്ചു. തുടർന്ന് ഗവർണറുടെ സാന്നിധ്യമില്ലാതെ സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിലേക്ക് പരിസ്ഥിതി ദിനാചരണം മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്ഭവനിലെ ചിത്രമല്ല അത്, രാജ്ഭവനിൽ ഉപയോഗിക്കുന്ന ചിത്രം സാധാരണ ഉപയോഗിക്കുന്ന ഭാരത് മാതാവിൻ്റെ ചിത്രമല്ല എന്ന് പറയുമ്പോൾ സർക്കാരും രാജ്ഭവനും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലുള്ള എല്ലാ തരത്തിലുള്ള കളവുമൊരുങ്ങുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, BJP നേതാവ് ടെലിഫോണാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അവിടെ രാജ്ഭവൻ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം
ആ, ഭാരത് മാതാവിൻ്റെതെന്ന രീതിയിൽ RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നുള്ളതാണ്. അതിനെ അംഗീകരിക്കാനാവില്ല എന്നാണ് മന്ത്രി പറയുന്നത്. ഇതില് മന്ത്രി ഇപ്പം ഒരു കുടുങ്കലിൽ പെട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഭാരതമാതാവിന്റെ ചിത്രം RSS 1925 ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭാരതമാതാവിന്റെ ചിത്രമുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വൈകാരികമായ ഭാരത ചിത്രമായിരുന്നു ഈ ഭാരത ചിത്രം. ഇത് ഭാരതത്തിന്റെ DNA ഇല്ലാത്തവർക്ക് ഇത്തരം ചിന്തകൾ ഉണ്ടാവും. ഇവർ ഭാരതാംബയെ ബഹിഷ്കരിക്കുന്നത് ഇവർ പാകിസ്ഥാനെ അനുകൂലിക്കുന്നത് കൊണ്ടാണ്. ഇവർ ഭാരത വിരുദ്ധരാണ്. ഇടതുപക്ഷവും പിണറായിയും, ഇടതുപക്ഷ ഗവൺമെന്റും പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ഭാരത വിരുദ്ധരാണ്. ഇന്ത്യ എന്ന സങ്കല്പം ഇല്ലാത്തവരാണ്. ഇന്ത്യ ഇല്ലാത്തവർ ഒരുമിച്ച് താഷ്കന്റിൽ കൂടിയിട്ടുണ്ടാക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതവരുടെ DNA കുഴപ്പമാണ്. പിണറായി വിജയന്റെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും DNA കുഴപ്പമാണ്. അല്ലാതെ അത് ഭാരതാംബയുടെ ചിത്രത്തിന്റെ കുഴപ്പമല്ല. ഈ ചിത്രമാണ് ഗാന്ധിജിയുടെ കാലഘട്ടത്തിൽ, ഈ ചിത്രമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിലും പട്ടേലിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. അല്ലാതെ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും. ആ സങ്കല്പം ഇപ്പൊ സരസ്വതി എന്ന് പറയുന്ന ദേവിയുടെ ഒരു സങ്കല്പം ഉണ്ട്. ആ സങ്കല്പം കാലങ്ങളായി നമ്മുടെ മനസ്സിലുള്ളതാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ളതാണ്. അതുപോലെ ശിവനെ കുറിച്ചുണ്ടാവും, ക്രിസ്തുവിനെ കുറിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇതൊരു സങ്കല്പമാണ്. ആ സങ്കല്പം ഭാരതമെന്ന് പറയുന്ന അമ്മയായിട്ട് ഭാരതത്തെ കാണുന്ന മറ്റ് പല രാജ്യങ്ങളും പിതൃരാജ്യങ്ങളാണ്. പക്ഷെ മാതൃരാജ്യം ഭാരതത്തെ അമ്മയായി കാണുന്ന ഒരു മഹത്തായ സങ്കല്പം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് അന്ന് തന്നെ ഭാരതാംബ എന്നാണ് നമ്മളെല്ലാവരും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ വിളിച്ചിരുന്നത്. ഇതെങ്ങനെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ RSS ചിത്രമാവും? ഇത് സർക്കാർ പരിപാടികളിൽ, സർക്കാരിന്റെ പരിപാടികളിൽ, പൊതുപരിപാടികളിൽ പലയിടത്തും ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കാറുണ്ട് എന്ന് മന്ത്രി പറയുന്നു. അതിനോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇവിടെ ഗവർണർ ഉപയോഗിക്കുന്ന ചിത്രം RSS ഉപയോഗിക്കുന്ന ചിത്രം എന്നുള്ളതാണ്. അപ്പോൾ രണ്ടു തരത്തിലുള്ള ചിത്രങ്ങളുണ്ടോ? RSS ഉപയോഗിക്കുന്ന ചിത്രത്തിന് വ്യത്യാസമുണ്ടോ? അല്ല, ഇവരിങ്ങനെ ഭാരതമെന്ന് ഇപ്പൊ കുറെ കഴിഞ്ഞാൽ ഇപ്പൊ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം RSSന്റെ സങ്കല്പമാണ് ഇവർ പറഞ്ഞു. ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഭാരതാംബ RSSന്റേതാണ് എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കുറെ കഴിഞ്ഞാൽ ഭാരതവും RSS ആണെന്ന് പറയും. അതുകൊണ്ട് RSS ഉപയോഗിക്കുന്ന പേരാണ് ഭാരതം. അതുകൊണ്ട് ഭാരതം എന്ന പേര് ഇവർ ഉപയോഗിക്കില്ല എന്നുണ്ടോ? എന്റെ ചോദ്യം അതാണ്. RSS ഭാരതം എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഭാരതം എന്ന വാക്ക് ഉപയോഗിക്കില്ല, കാരണം RSS ഉപയോഗിക്കുന്നു. അങ്ങനെയാണോ? RSS ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല എന്ന് പറയുന്നത് എന്റെ അർത്ഥത്തില? അങ്ങനെയാണെങ്കിൽ RSS കാരനാണ് ഇന്ത്യ ഭരിക്കുന്നത്. പ്രധാനമന്ത്രി അംഗീകരിക്കില്ലേ? RSS ഉപയോഗിക്കുന്നത് ഭാരതം എന്ന വാക്ക്, അതുകൊണ്ട് ഞങ്ങൾ ഭാരതം എന്ന വാക്ക് ഉപയോഗിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം കാലങ്ങളായി നിലവിലുള്ളതാണ്. ഇവർ ഈ രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ ഇതുണ്ടായിരുന്നല്ലോ. എന്നാണ് BJP ബന്ധപ്പെട്ട ഗവർണർമാരൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ